ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ സമാപിച്ചു. ഈ മാസം 26 മുതൽ 31 വരെ 6 വിഷയങ്ങളിലാണ് പരീക്ഷ നടന്നത്. 460ഓളം പഠിതാക്കൾ പരീക്ഷ എഴുതി. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ സമാപിച്ചു. 26 മുതൽ 31 വരെ 6 വിഷയങ്ങളിലായാണ് പരീക്ഷ നടന്നത്. 460ഓളം പഠിതാക്കൾ പരീക്ഷ എഴുതി. തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരീക്ഷ സ്കൂൾ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. 24ഓളം ക്ലാസുകളിലായാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷ നടന്നത്. ശനിയാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ നിലനിൽക്കെ വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തത് കാരണം പരീക്ഷയ്ക്കെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് എക്സാം കോർഡിനേറ്റർ പൊന്നാനി KSRTC ഡിപ്പോയിൽ അറിയിക്കുകയും ആവശ്യപ്രകാരം പൂർണ്ണ പിന്തുണയോടെ KSRTC ബസ് അനുവദിച്ചു നൽകുകയും ചെയ്തു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ +2, +1 തുല്യതാ പരീക്ഷയ്ക്ക് ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയ കാരണം പരീക്ഷാർത്ഥികൾക്ക് പൊന്നാനി താലൂക്കിലുള്ള പരീക്ഷാർത്ഥികൾക്ക് സെൻട്രലിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അവർ നഗരസഭ വഴി KSRTCയെ സമീപിക്കുകയും അങ്ങനെ KSRTC അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സർവീസ് ഇന്ന് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ ഇവിടെ വന്ന് അവരുടെ എക്സാം 12:45 കഴിയുന്നത് വരെ ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവർക്ക് വേണ്ടി ഒരൊറ്റ ഫെയറിൽ മാത്രം ഓടിയ ഒരു സർവീസായിരുന്നത്. പ്രോട്ടോകോളൊക്കെ പാലിച്ചാണ് നടത്തിയത്. പിന്നെ ഞങ്ങളൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി പലപ്പോഴും ഓടിയിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാതെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും പരീക്ഷകളോ പഠിക്കാനോ പറ്റാത്ത ആൾക്കാർക്ക് പിന്നീട് ഒരു അവസരം കിട്ടിയതാണ്. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം വീട്ടമ്മമാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പം അതെല്ലാം അവർ ചെയ്യണം. നമ്മൾ ആണുങ്ങളെ പോലെ അല്ലല്ലോ. അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ പഠിക്കുന്നത്. ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊന്നാനിയിൽ നിന്നും 165 പേര് പരീക്ഷയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഇവിടെ തിരൂരിൻ്റെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് അവസാന പരീക്ഷ ദിവസം ശനിയാഴ്ച ആയതിനാൽ നമുക്കൊരു ബസ് സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പൊന്നാനിയിൽ നിന്ന് വന്നത്. 85ഓളം സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ KSRTC ഡിപ്പോയിൽ സൂപ്പർവൈസറെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു ബസ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് വളരെ സന്തോഷകരമായി പറയുകയും അങ്ങനെ ആ ബസ് ഏൽപ്പിച്ച് ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഡിപ്പോയിലെത്തി നമ്മളൊരു ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ആ ബസ്സാണ് ഇന്ന് വന്ന് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇറക്കുകയും അത് പോകുന്നവരെ ഇവിടെ കാത്ത് നമ്മളോട് സഹകരിച്ച് അതിനോട് പ്രത്യേകം KSRTCയോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ അത്തരത്തിൽ ഒരു പൊന്നാനിയിൽ നിന്ന് തിരൂരെത്തുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ 1.5 വർഷത്തോളം എക്സാം നീണ്ടു നിൽക്കുകയും ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിച്ചാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഈ കോവിഡിന്റെ മഹാമാരി സമയത്തും മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു തന്നെ ബെഞ്ചിൽ 3 പേര് ഇരിക്കുന്ന 2 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ സാനിറ്റൈസറും ഡബിൾ മാസ്കൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. വളരെ നന്നായിട്ട് തന്നെ. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ അധ്യാപകർ ക്ലാസ് തന്നിട്ടുണ്ട്. വളരെ കുറച്ച് ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ്. എങ്കിലും വളരെ നന്നാക്കി തന്നെ മനസ്സിലാക്കി ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ അധ്യാപകർ. വളരെ സംതൃപ്തിയോടുകൂടി അവർ പരീക്ഷ എഴുതിപ്പോയി. ഇത്തവണ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു ബഹുഭൂരിഭാഷവും ഉണ്ടാകുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും പഠിതാക്കൾ പരമാവധി ശ്രദ്ധ ചെലുത്തുകയും പഠനത്തിൽ വലിയ താല്പര്യം കാണിക്കുകയും പരീക്ഷയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇവർക്കും സിലബസിൽ ചെറിയ ഇളവുകളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ ഇളവുകളെല്ലാം അവർ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പരീക്ഷ എഴുതി സംതൃപ്തിയോടുകൂടി വിദ്യാർത്ഥികൾ പോയി കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞതിൽ എല്ലാ പഠിതാക്കളും പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല. ഈ കൊറോണ സമയത്ത് പരീക്ഷ എഴുതാൻ സാർമാർ സപ്പോർട്ട് ചെയ്യുന്നു. നല്ല ഉഷാറായിരുന്നു.